മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന കേരളത്തിലെ കമ്മീഷണറായിരുന്ന ശ്രീ ടിക്കാറാം മീണ കൂടി എന്നോടൊപ്പം ടെലിഫോൺ ലൈനിൽ. ശ്രീ ടിക്കാറാം മീണ, ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ പരാതികൾ എത്ര ഗൗരവമുള്ളതാണ്? പരാതികൾ വോട്ടർ പട്ടികയിലെ പറ്റി മുഴുവൻ ഇന്ത്യയിൽ വരാറുണ്ട്. അതിന് ഇപ്പോൾ സീരിയസ് ആയിട്ടാണ് രാഹുൽ ഗാന്ധി ഈ കാര്യം ഉന്നയിച്ചത്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ എല്ലാവരെയും ഈ വിശ്വാസത്തിൽ എടുത്തിട്ട് എങ്ങനെയാണ് ഇത് പരിഹരിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ ശക്തമായ നടപടി എടുക്കേണ്ടതാണ്. എന്തെങ്കിലും ഒരു സംശയങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ പ്രതിനിധികൾക്കും ജനങ്ങൾക്കും ഉണ്ടായാൽ ഇലക്ഷൻ കമ്മീഷന്റെ ബാധ്യതയാണ് ഇത് മുഴുവൻ ഇങ്ങനെയുള്ള ഊഹാപോഹങ്ങളെ ഇത് നിർത്തിവെക്കാനും കൂടാതെ ഈ സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിപൂർവമായിട്ടുള്ള ഇലക്ഷൻ നടത്താൻ വേണ്ടി വോട്ടർ പട്ടികയിലെ ശുദ്ധീകരണം, അതായത് ഇതിന്റെ ശുദ്ധത, പ്യൂരിറ്റി നമുക്ക് കാത്തു സൂക്ഷിക്കേണ്ട ചുമതല ഇലക്ഷൻ കമ്മീഷനാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിയമപരമായിട്ട് നടപടി ഇലക്ഷൻ കമ്മീഷന് എടുക്കേണ്ടതാണ്. ഓക്കെ മീണ, ഇതിനകത്ത് ഒരു സംശയം ഉയർന്നു വന്നാൽ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ ഒരു പ്രശ്നം ഒരാൾ ഉയർത്തിയാൽ അതിന്റെ പരാതി കിട്ടട്ടെ, പരാതി കിട്ടി പരിശോധിക്കാം, നിങ്ങൾക്ക് തെറ്റാണെങ്കിൽ നിങ്ങളെയും ശിക്ഷിക്കും എന്നൊക്കെയുള്ള ഭയപ്പെടുത്തലാണോ വേണ്ടത്, ത്രെട്ടനിങ് ആണോ വേണ്ടത്, അതോ അതിനപ്പുറം കമ്മീഷൻ തന്നെ ഒരു എൻക്വയറിയും ഒരു ക്ലാരിറ്റി സംഗതിയൊക്കെ ഇനീഷ്യേറ്റ് ചെയ്യേണ്ടതാണോ? അല്ല, ത്രെട്ടും ഭയപ്പെടുത്താൻ ഉള്ള കാര്യമില്ല. ആർക്കെങ്കിലും പരാതി ആണെങ്കിൽ അത് തീർച്ചയായിട്ടും മുന്നോട്ട് വരണം. മുന്നോട്ട് വന്നിട്ട് അത് രേഖാസഹിതം സ്റ്റേറ്റിലെ സിഇഒ ആണ് ഇതിന്റെ ഉത്തരവാദി. അപ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ മുൻപിൽ ഇത് ഹാജരാക്കണം. ജില്ലാ കളക്ടറാണ് ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ. പിന്നെ അതായത് ഈ ബൂത്ത് ലെവൽ ഓഫീസർ അവിടെ ഈ രേഖാസഹിതം ഇതൊക്കെ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അത് പരിഹരിക്കേണ്ടതാണ് ഈ കാര്യങ്ങൾ. ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ, ഞാനിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വ്യാപകമായി വോട്ട് ചേർക്കുക, വലിയ തോതിൽ അഡ്രസ്സ് തെറ്റിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പേരുകളിൽ തിരുത്തു വരിക, ഫോട്ടോഗ്രാഫ്സ് ഇല്ലാതെ വരിക, ഇതൊക്കെ വളരെ ഈസിലി പോസിബിൾ ആണോ ഇപ്പോൾ ഇന്ത്യൻ സാഹചര്യത്തിൽ? ഇവിടെ കമ്മീഷന് അതിനകത്തൊന്നും ചെയ്യാനൊന്നുമില്ല, മോണിറ്ററിംഗ് സംവിധാനം ഒന്നും പ്രോപ്പർ അല്ലേ ഇവിടെ കേരളത്തിലടക്കം? ഇതിലെ ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന പ്രക്രിയ ശരിക്ക് വളരെ ഒരു നല്ല രീതിയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഇതിലെ ഒരു രഹസ്യം ഒന്നുമില്ല. ഇതിന്റെ ഈ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്ന ഘട്ടത്തിൽ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിന് ഇത് കൊടുക്കാറുണ്ട്. അപ്പോ ആ ഘട്ടത്തിൽ ഇവരെ എന്തെങ്കിലും ഒരു പരാതികൾ ഉണ്ടെങ്കിൽ അതായത് ബൂത്ത് ലെവൽ ഓഫീസറെ സമീപിച്ച്, ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസറെ സമീപിച്ച്, അല്ലെങ്കിൽ സിഇഒന്റെ ഓഫീസിൽ ഇത് കൊടുത്തിട്ട് അത് തീർച്ചയായിട്ടും നടപടി എടുക്കേണ്ടതാണ്. കാരണം പല തെറ്റുകളും സംഭവിക്കും, അത് തള്ളിക്കളയാൻ നമുക്ക് സാധ്യമല്ല. കാരണം ഈ വോട്ടർ പട്ടിക എപ്പോഴും ശുദ്ധമില്ല ഇന്ത്യയിലെ. അപ്പോൾ എപ്പോഴും ഇത് ശുദ്ധീകരിക്കാനുള്ള, ഇതിലെ കുറ്റമറ്റതാക്കാനുള്ള നിരന്തരമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ നടപടി എടുക്കുന്നുണ്ട്. എന്നാലും ജനങ്ങൾക്ക് ഇപ്പോഴും സംശയം ഉള്ളത് കൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ തീർച്ചയായിട്ടും ശക്തമായ നടപടി ഈ കാര്യത്തിൽ എടുക്കേണ്ടതാണ്. കാരണം ജനങ്ങളുടെ ഈ ജനാധിപത്യ പ്രക്രിയയിലെ, ജനാധിപത്യ സംവിധാനത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ നിഷ്പക്ഷതായ, ഇലക്ഷൻ കമ്മീഷന്റെ ഇൻഡിപെൻഡൻസും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയതുകൊണ്ട് അവർ തന്നെ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് നടപടി എടുക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ ടിക്കാറാം മീണ, താങ്കൾ പറയുന്നത് പരാതിക്ക് കാത്തു നിൽക്കാതെ കമ്മീഷൻ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കണം ഇതിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ എന്നാണ്. കുഴപ്പമില്ല. ഇലക്ഷൻ കമ്മീഷൻ സ്വമേധായ നടപടി എടുത്താൽ യാതൊരു തെറ്റില്ല, അവർക്ക് എടുക്കേണ്ടതാണ്. അതിലൊരു പരാതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരിഹരിക്കാം എന്നില്ല. ഈ വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കാനും ഇതിന്റെ പ്യൂരിറ്റി, ശുദ്ധത കാത്തു സൂക്ഷിക്കാനുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടനാപരമായിട്ടുള്ള ചുമതല ഇലക്ഷൻ കമ്മീഷനാണ്. ഇതിൽ യാതൊരു സംശയമില്ല. ശരി. താങ്ക് യു. ടിക്കാറാം മീണ, മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു കേരളത്തിലെ.